കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയിലും നെല്ലും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻറ്റിമേറ്റ് ആൻഡ് അമീക്കബിൾ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടാഞ്ചിബിൾ റിസൾട്ട്, സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയുന്നത്. അപ്പം എന്താ നിങ്ങൾക്ക് ചെറുക്ക് പറ്റുന്നത്, നിങ്ങൾ ഉടമ്പടിയുടെ ഫലം
നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമ്മളെല്ലാവർക്കും നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം. എങ്ങനെ അറിയാമോ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി. അതല്ല പ്രശ്നം. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട്, ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. എന്നിട്ട് അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ, ബന്ധം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇല്ലേ? എനിക്കറിയാം ആ കഥ. അപ്പോഴ് വലിയ കാറ്റുണ്ടായിരുന്നു. കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നിനക്കൊരു ഗൗനമില്ലേ എന്നാണ്. കർത്താവേ എന്ന് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗനമില്ലേ, നീ ഗൗനിക്കുന്നില്ലേ? ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത് പത്രോസിൻ്റെ വായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത്? കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ബന്ധമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്നോട് പറയും, അച്ഛാ, എന്നോട് ഇപ്പോൾ ഞാൻ പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ചിലത് എൻ്റെ കയ്യെ കയറി പിടിക്കും. എന്താണ്? അച്ഛൻ പിടിച്ചില്ലെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല. അത് കാരണം വിഷയം സീരിയസ് ആയതുകൊണ്ട് കൈ പിടിക്കും. ഞാൻ പറയും, എന്തടി? അതേ, ഞാനിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത്, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല. എന്താണ്? OET IELTS ആണേ. ഞാനീ 10ാം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഇനി കാശില്ല എഴുതാൻ. ഞാൻ പറഞ്ഞു, നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൻ പറഞ്ഞു. എന്താ കാര്യം? അവൾ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ്. ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ്, നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത്. അതൊരു കമാൻഡാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്റ്റഫ് എന്താ? ഒരു ഇൻറ്റിമസിയാണ്. നമുക്കതുപോലെ പറയാൻ പറ്റണില്ല. എന്താ കാര്യം? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ല. പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്താണ്? ആന്തരിക ആത്മബന്ധം. ആന്തരിക ആത്മബന്ധമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു, അല്ലേ? രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത്? 25-35 അനുസരിച്ചാണ്. മത്തായി സിയുടെ സുവിശേഷം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മത്തായി 25-35. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പം ഞാനെന്നാ പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാസിയായ ജോണമ്മ ചേച്ചിയാണെന്ന് പറയരുത്. അതാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ, ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ല, അയാളല്ലത്. ആരാണത്? ഞാൻ രോഗിയായിരുന്നു. മനസ്സിലായില്ലേ? ആ ഇല്ലാത്തവനുമായിട്ട്, വേദനയുള്ളവനുമായിട്ട്, കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ഈ താതാത്മ്യീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കുന്നത്. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരന്, വല്ലായ്മക്കാരന്, രോഗികളിൽ, തകർച്ചയുള്ളവന്. ഇപ്പം ഇന്ന് തന്നെ ഈ ആനന്ദം, അവൻ്റെ പേരെന്നെ, ആദ്യത്തെ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു മനസ്സെൻ്റെ കയ്യിലില്ല. അതിനുള്ള കാര്യം തുറന്നു പറയുകയും, എനിക്കിങ്ങനൊരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത്.
എല്ലാവരും നട തുറന്ന രസമുള്ള സാക്ഷിയാണ്. അവരെല്ലാം പറ്റിപ്പുകാരാണെന്ന് തോന്നുന്നത്. അപ്പം ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു മനസ്സാണ് എൻ്റേത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാന്നറിയാമോ, എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? എന്നെക്കാൾ ഇളയ പിള്ളേർ വന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചേ, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? അപ്പോൾ ഞാൻ 5 പേർക്ക് ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഉടമ്പടിയിലെ പരസ്നേഹ പ്രവൃത്തികൾ. ദാറ്റ് മീൻസ് എന്താണ്? ഈശോ അവിടെയും താതാമ്യപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഈ ഇൻറ്റിമസി ഉണ്ടാകും. അല്ല ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉടമ്പടി നിങ്ങൾ നിർബന്ധിക്കണം എന്താണ്? അത് ടാഞ്ചിബിളായിട്ട് ദൈവത്തെ തോന്നണം. ഇത് മെയ് അനങ്ങാതെ കൈ നനങ്ങാതെ മീൻ പിടിക്കുന്ന പരിപാടിയല്ല ആധ്യാത്മികത എന്ന്. ദൈവം ആത്മാർത്ഥയുടെ ദൈവമാണ്. ദൈവം ആത്മാർത്ഥയുടെ ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഇപ്പം അദൃശ്യം പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ജർമ്മൻ പഠിപ്പിച്ച് മഴ കൊടുക്കുക മാത്രമല്ല, രോഗികളെ കാണാൻ പോകും. ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. ടോട്ടൽ 22 വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചായി. 22 വയസ്സുകാരന് ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. കൈ ഇടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 4:32 പോകാം. മർക്കോസ് 4:32 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 4:38 യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഏറ്റു പറഞ്ഞേ, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? എന്താ പ്രശ്നം? നീ അത് ഗൗനിക്കുന്നില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇത് ഒരു ആധികാരികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് അവർക്ക് വേറൊരു ഓപ്ഷനില്ല. കർത്താവാണെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുകയും ചെയ്യുന്ന സമയത്ത് ഇൻറ്റിമസിയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ സാധാരണ ഫങ്ഷണൽ പ്രയറിന് വർക്കൗട്ട് ചെയ്യത്തില്ല. സാധാരണ ഫങ്ഷൻ പ്രെയർ കൊണ്ട് ഈ സമയത്ത് സ്വർഗസ്ഥനായ പിതാവാണല്ല പ്രാർത്ഥന അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് നീ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നീ രചിച്ച പ്രാർത്ഥനയാണ്. ഇപ്പം നിഷ രചിച്ച പ്രാർത്ഥനയില്ലേ? നിഷയുടെ ഹസ്ബൻഡ് രചിച്ച പ്രാർത്ഥനയില്ലേ? എന്താണ്? മാതാവേ, ഈ സമയത്ത് പ്രലോഭനം കൊണ്ട് വന്നാൽ ഞങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ ഇടപെടണം. ദാറ്റ് മീൻസ് അതാണ് അത് സാങ്കേതിക പ്രാർത്ഥനയെക്കാളും വലിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? അതിന് ഇൻറ്റിമസി വേണം. ഈ അപ്പോസ്തലന്മാർ ഈശോയെ കുറ്റപ്പെടുത്തുന്നത് എന്താണ്? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. എന്താ? നീ അത് ഗൗനിക്കുന്നില്ലേ? അതൊരു കുറ്റപ്പെടുത്തലാണ്. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവർ ദൈവവുമായിട്ട് ഇൻറ്റിമസിയായി. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ പ്രാർത്ഥനയിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്.
ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ ആ ഓഫീസിനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉള്ളതുപോലും കിട്ടത്തില്ല, ഇല്ലേ? നെഗറ്റീവാണത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ഇത്രയും ആത്യന്തികമായൊരു വിഷയം വരുമ്പോൾ മുത്തടം ബൈബിൾ ഉൾഗാത്ത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവേ നിനക്കൊരു ചിന്തയുമില്ലേ എന്നാണ് ചെയ്തിരിക്കുന്നത്. നിനക്കൊരു ചിന്തയുമില്ലേ എന്നുവെച്ചാൽ നീ ഞങ്ങളെക്കുറിച്ച് ഒരു ഗൗരവമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമില്ലെന്നാണ് ചോദിക്കണത്. ദൈവത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിലേ അത് വേറൊരു ബന്ധമാണ്, അത് സാധാരണ ബന്ധമല്ല. ദൈവത്തെ ഇപ്പം ചോദിക്കാൻ നീ ഗൗനിക്കണില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പ്രാർത്ഥനയുടെ ഇമോഷണൽ സെറ്റപ്പ് എന്താണ്? ഇപ്പം നിൻ്റെ വീട് ഇപ്പം വീട് വെച്ചിട്ടില്ല, പഴയ വീട്ടിൽ താമസിക്കുക, ഭാഗോടമ്പടി പ്രകാരം കിട്ടിയ കുടുംബ വീട്ടിൽ നീ താമസിക്കുകയാണ്. അത് 10-35 കൊല്ലം പഴക്കമുള്ള സംഭവമാണ്. ഈ വീട് കാണിച്ചാൽ നിൻ്റെ മകൾക്ക് ഭർത്താവിനെ കിട്ടത്തില്ല. അതാണ് നിൻ്റെ ദുഃഖമെന്ന് വിചാരിച്ചോ? അപ്പം നീ ഭർത്താവിനോട് എന്താ പറയണത്? ഇവിടെ മനുഷ്യ കൊച്ചു വളർന്നു തന്നെ കണ്ടില്ലേ, ഇപ്പോഴും താൻ കറങ്ങി നടക്കണമെന്ന് ചോദിക്കും. അതാ സംഭവം, അതല്ലേ ചോദിക്കത്തുള്ളൂ. ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാനുള്ള ആധികാരികമായ ഒരു ബന്ധമുണ്ട്. അതാണ് സംഭവം. അത് ആ ഒരു ബന്ധം ദൈവമായിട്ടുണ്ടാകണം. അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലെയിംസ് ഉണ്ടാകണം. ഉടമ്പടിയെപ്പോലെ ക്ലെയിംസ് ഉണ്ടാക്കുന്നൊരു സംവിധാനം വേറെയില്ല. എന്താണ്? നീ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടേ, കർത്താവിനെ അറിയാത്തവർ നീ അറിയിക്കുന്നുണ്ട്, ഇല്ലേ? രോഗികളെ നീ കാണുന്നുണ്ട്, എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം സഹായിക്കുന്നുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടി വന്ന് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം 1/1 ആയിട്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ലെയിം ഉണ്ടാവും. എന്താണ്? അവകാശവാദമുണ്ടാവും. എന്താണ്? നീ ജീവിച്ചതാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇപ്പോൾ പറയാറില്ല. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വരുന്ന ആൾ എൻ്റെ കൈപ്പിടി കൊതുകുകളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ കർത്താവിനോട് പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് 4 വയസ്സ് മുതൽ എൻ്റെ അപ്പൻ നീയാണ് ദൈവമെന്ന് എന്നെ കാണിച്ച കാലം മുതൽ ഇന്ന് വരെ 60 കൊല്ലത്തോളം ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ നീയല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിച്ചിട്ടില്ല. ഇറ്റ്സ് ഓവർ, ക്ലിയർ. അത് നീ ഓർക്കണമെന്ന് പറയും. അത് ക്രെഡിബിലിറ്റിയാണ്. ക്ലെയിം ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ക്ലെയിമുണ്ട്, അവകാശവാദമുണ്ട്. ഇൻറ്റിമസി വരണത് ഈ അവകാശവാദത്തിൽ നിന്നാണ് വരണത്. അതിൽ നിനക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകണം ദൈവതിരുസന്നിധിയിൽ. ഉടമ്പടി നിന്നെ നല്ല നിക്ഷേപമുള്ള നല്ല ആധ്യാത്മിക ആസ്തി ഭദ്രതയുള്ള വ്യക്തിയായി ഉയർത്തും. കൈയിടിച്ച് കർത്താവ് പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ആധ്യാത്മിക ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈശോനെ ഏൽപ്പിക്കുന്ന സമയമാണ്. ഉടമ്പടി വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ, സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ, വീട് വിൽക്കാനുള്ളവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, പഠനത്തിന് പ്രയാസമുള്ളവർ, പഠിക്കാൻ പറ്റാത്തവർ, പരീക്ഷ തോക്കുന്നവർ, വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുത്താവുന്ന വലതുകരം ഓരോ മക്കളുടെ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും, വിറ്റുമാറാത്ത സ്ഥലങ്ങളിൽ
കർത്താവിൻ്റെ വിശുദ്ധ രക്തം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റമാറാത്ത വേദനകൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ കുടുംബം, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചൊരിയട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും എല്ലാ സ്ഥാവര ജംഗം വസ്തുക്കൾ നശിച്ചു പോയവർ, നഷ്ടപ്പെട്ടവർ, അന്യാധീനപ്പെട്ടവർ, കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ, കൊടുത്തു പോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ജയിലിൽ പെട്ടുപോയവർ, കർത്താവ് അന്യ രാജ്യങ്ങളിൽ പെട്ടുപോയവർ, കർത്താവ് മറ്റു രാജ്യങ്ങൾക്ക് വിസയും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ, അതിന് പ്രോസസ്സ് നടക്കാത്തവർ, അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ, കർത്താവ് പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ, കർത്താവ് അതേവഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, മുട്ട നിൽക്കുക. എൻ്റെ വിഷയം ഇതിലൊക്കെ അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തൊരു വിഷമിക്കുന്നവരെ വിഷമിക്കേണ്ട. മാതാവ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഈശോ തന്ന അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളിപ്പോൾ തന്നെ അച്ഛനോട് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഈ ദിവ്യകാരുണ്യ തിരുസേനയിൽ സമർപ്പിക്കുക. ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം, ആശീർവാദം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദിവ്യകൃപാനയുടെ ആശീർവാദം ലഭിക്കും. 2 മിനിറ്റ് നിങ്ങൾ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ, പറയാത്ത വിഷയങ്ങളുടെ മേലെ നിങ്ങൾ ഓർത്ത് ഇപ്പോൾ ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിർബന്ധിച്ച് കൈപിടിച്ച് കൂടെ നിർത്തി വിശ്വാസാനുഭവത്തിലേക്കും സാക്ഷ്യാനുഭവത്തിലേക്കും ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. 2 മിനിറ്റ്. 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 2 മിനിറ്റ്.
പരിശുദ്ധ പരമമാ ദിവ്യ